ഞങ്ങളിപ്പോ ഈ ഡെസേർട്ടിലാണ് ഉള്ളത്. ഡെസേർട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ ഒരുപാട് ഈ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുന്ന ആൾക്കാരുണ്ട്. വേറെ നമുക്കിവിടെ കിട്ടത്തില്ല. അപ്പം ഞങ്ങളിപ്പം ജസ്റ്റ് ഇവിടെ ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഇവരിവിടെ ഇവിടെ ഇതിന് പ്രത്യേകം വെച്ചാല് ഇവർ ഇവിടുത്തെ ആടിനെ ഇവിടെ വെച്ച് തന്നെ പാല് കറന്ന് ആ പാല് അത് ആ കയ്യിലെടുത്ത് ലൈവായിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവർ ചായ ഉണ്ടാക്കി തരും. അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് വന്നത്. ഇപ്പൊ അവർ ആ പാല് കറന്നെടുത്തൊരു പോവാണ്. ഇതിന്റെ കയ്യിൽ നിന്ന് കറന്നെടുത്ത പാലാണ്. അത് വെച്ചിട്ട് അവർ ഇവിടെ വെച്ച് തന്നെ നമുക്ക് വിറകിന്റെ മുകളിൽ ഇത് വെച്ച് ചായ ഉണ്ടാക്കി തരും. ഇപ്പൊ നമ്മൾ കാണുന്നത് കണ്ടോ, അവർ തീ കത്തിക്കുന്നത് കണ്ടോ. ചെറിയ ഇവിടെ തന്നെ ഈ മരുഭൂമിയിൽ മരുഭൂമിയല്ല, ഈ പറഞ്ഞ ഫോറസ്റ്റിൽ തന്നെ കിട്ടുന്ന ചെറിയ ചുള്ളിക്കമ്പുകൾ എടുത്ത് ആ ചുള്ളിക്കമ്പുകൾ വെച്ച് ഒരു തീ ഉണ്ടാക്കും. എന്നിട്ട് ആ തീയുടെ മുകളിലോട്ട് ആണ് ഈ പാല് നമ്മളിപ്പൊ കറന്നെടുത്ത ഫ്രഷ് ആയിട്ടുള്ള പാലാണ്. അപ്പം എന്നെ കൂടെ അപ്പം കണ്ടോ, ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ആ തീയോരുണ്ടാക്കി ആ പാല് ഇപ്പൊ ഇതിനകത്തോട്ട് വെച്ച് തന്നെ നമുക്കിപ്പോ ചായ ഉണ്ടാക്കും. അതായത് ഫ്രഷ് ആയിട്ടുള്ള ഇപ്പൊ കറന്നെടുത്ത ആട്ടിന്റെ പാല് വെച്ചിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇത് ഞാനിപ്പോ എന്താ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇവരിങ്ങനെയാണ് ജീവിക്കുന്നത്. കാരണം ഈ ആട്ടിടയന്മാര് ഇപ്പൊ ഇങ്ങനെ ദിവസങ്ങളോളം അവര് ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടക്കും. ചിലപ്പോൾ അത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവരുടെ തിരിച്ച് അവരുടെ ഗ്രാമങ്ങളിലോട്ട് എത്തുന്നത്. അതുവരെ അവര് ജീവിക്കുന്നത് ഈ ആടിന്റെ കൂടെ ഈ പറയുന്ന കിട്ടുന്ന കായ്കനികൾ എന്താണോ അല്ലെങ്കിൽ കിട്ടുന്ന ഭക്ഷണം എന്താണോ അത് മാത്രം കഴിച്ചിട്ടാണ് ജീവിക്കുക.